اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها المؤمنون أوصيكم وإياي أولا بتقوى الله. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഖുതുബയുടെ ആമുഖത്തിൽ തന്നെ ഏവരെയും ഓർമ്മിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖിയായി ജീവിച്ച ആ രൂപത്തിൽ തന്നെ മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എന്തു ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ഒരു പക്ഷേ നമ്മിൽ പലരും രാവിലെ നേരത്തെ മുതൽ ഏറെ വൈകുവോളം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് ഒന്നും വെറുതെയല്ല. വ്യക്തമായ ചില ലക്ഷ്യങ്ങളും ചില പ്ലാനിങ്ങുകളും നമുക്ക് അതിൻ്റെ പിന്നിലുണ്ട്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ആസ്വാദനങ്ങൾക്കും ആനന്ദങ്ങൾക്കും വേണ്ടിയിട്ടാണ് നാം ഇങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നത്. നമുക്ക് ആനന്ദം നൽകുന്നൊരു വീടുണ്ടാകാൻ, നമുക്കും നമ്മുടെ കുടുംബത്തിനും സ്വസ്ഥമായി ജീവിക്കാൻ, അങ്ങനെ തുടങ്ങി നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ആലോചിക്കുക. നാം ആരെങ്കിലും നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് നേടാൻ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ അവയവദാനം നടത്തുന്ന വ്യക്തികൾ, അവരിലൊരാൾ പോലും അവരുടെ ഹൃദയം ദാനം ചെയ്യില്ല ജീവിച്ചിരിക്കെ. കാരണം ഹൃദയം ദാനം ചെയ്താൽ അവർക്ക് അതോടുകൂടി അവർ മരണപ്പെടുകയാണ്. പിന്നീട് അവർക്ക് ജീവനില്ല. സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് ഒന്നും നേടാൻ ഒരു മനുഷ്യൻ ഈ ലോകത്ത് തയ്യാറാവാറില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കുക. ആ ജീവൻ നൽകിപ്പോലും സ്വഹാബാക്കളും നമ്മുടെ മുൻഗാമികളും നേടാൻ തയ്യാറായതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗം. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നു. സ്വർഗം നേടാൻ വേണ്ടി സ്വഹാബാക്കൾ എന്തും ത്യജിക്കാൻ, ജീവനാണോ നൽകേണ്ടത്? സ്വർഗത്തിനു വേണ്ടി അടക്കളത്തിൽ ശത്രുവിനോട് പോരാടി കൈ നഷ്ടപ്പെട്ടവർ, കാല് നഷ്ടപ്പെട്ടവർ എന്തും ത്യജിക്കാൻ തയ്യാറായ സ്വഹാബാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗം നേടാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിലെ ഉന്നതമായ അനുഗ്രഹങ്ങളെയും ആസ്വാദനങ്ങളെയും അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും നൽകാൻ തയ്യാറായ സ്വഹാബാക്കളെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒരു യുദ്ധവേളയിൽ ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം തൻ്റെ കണ്ണിനൊരു പരിക്കേറ്റിയിട്ട്
ആ കണ്ണുമായിക്കൊണ്ട് റസൂലിൻ്റെ അടുക്കലേക്ക് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹത്തോട്, ഈ കണ്ണിന് പകരം നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരിക്ക് പറ്റിയ തൻ്റെ കണ്ണൊഴിവാക്കി സ്വർഗത്തിന് വേണ്ടി മുന്നോട്ട് പോയ സ്വഹാബിയെ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. പരലോകത്ത് സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം, ഒരു ചാട്ടവാർ വെക്കാൻ എത്ര സ്ഥലം വേണം പ്രിയപ്പെട്ടവരെ? അത്ര സ്ഥലമെങ്ങാനും ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള സർവ്വതിനേക്കാളും ഉത്തമമാണ് സ്വർഗത്തിൽ ഒരു വ്യക്തിക്ക് ചാട്ടവാർ വെക്കാനുള്ള സ്ഥലമെങ്കിലും ലഭിക്കുകയാണെങ്കിൽ എന്ന് അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തെ ആഗ്രഹിക്കാനും ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനും ആ സ്വർഗം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കി, സ്വർഗം വിശ്വാസികൾക്ക് പ്രതീക്ഷയാണ്. നമ്മുടെ മരണപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ഒരു പക്ഷേ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മുഖത്ത് വെച്ച ആ ഒരു പഞ്ഞിയൊന്നു മാറ്റി നമ്മുടെ ഉമ്മാന്റെ മുഖത്ത്, നമ്മുടെ ഉപ്പാന്റെ മുഖത്ത്, നമ്മുടെ പ്രിയതമന്റെ മുഖത്ത്, പ്രിയതമയുടെ മുഖത്ത്, നമ്മുടെ പ്രിയപ്പെട്ട പൊഞ്ചോമന പുത്രന്റെ മുഖത്ത് നമ്മൾ നൽകിയ അവസാനത്തെ ചുംബനത്തോടുകൂടി വീണ്ടും ആ പഞ്ഞിയോ അല്ലെങ്കിൽ കഫൻ പുടവയോ വെച്ച് പള്ളിക്കാട്ടിലേക്ക്, മഹല്ല് പള്ളിയിലേക്ക് മയ്യത്തും കട്ടിലേന്തി നമ്മൾ കൊണ്ടുപോയി അവന് വേണ്ടി നിസ്കരിച്ച് 6 അടി ആഴമുള്ള ഖബർസ്ഥാനിൽ അവൻ ഇറക്കി വെച്ച് അതിനുമേലെ കുരുടീസ് കല്ല് വെച്ച് അതിനുമേലെ 3 പിടി മണ്ണ് വാരിയിട്ട് അവന് വേണ്ടി തസ്ബീഹിനെ ചോദിച്ചും തിരിച്ചു പോന്ന നമ്മൾ ഇന്ന് വരെ അവനെ കണ്ടിട്ടില്ല. പിന്നെ ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ, മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉപ്പയെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അത്തരം നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പ്രിയതമനെ, നമ്മുടെ പ്രിയതമയെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ സ്വർഗത്തിൽ വെച്ച് കാണാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിന്റെ ആസ്വാദനം എത്രയായിരിക്കും? അല്ലാഹു പറയുന്നു വിശുദ്ധ ഖുർആനിലൂടെ, ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ, യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അതിലൂടെ പ്രവേശിക്കുന്നവരാണ് പിതാക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ ആ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ആ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ പ്രവേശിച്ചുകൊണ്ട് പറയും, സലാമുൻ അലൈക്കും ബിമാ സ്വബർതും, സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, സലാമുൻ അലൈക്കും ബിമാ സബർതും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ, നമ്മുടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട പിതാവിനെ, മാതാപിതാക്കളെ, മക്കളെ, ഇണകളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അവർ വിശ്വാസികളാണെങ്കിൽ, തൗഹീദുള്ളവരാണെങ്കിൽ, മുവഹ്ഹിദീങ്ങളാണെങ്കിൽ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിന്റെ ആസ്വാദനം അതെത്രത്തോളമായിരിക്കും പ്രിയപ്പെട്ടവരെ? ആ സ്വർഗം അതെത്ര വർണ്ണിച്ചാലും അതെത്ര വിവരിച്ചാലും തീരുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്ന അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദരി. സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, ആദ്യം പ്രവേശിക്കുന്ന കൂട്ടം, അവര് 14-ാം രാവിലെ പൂർണ്ണ പ്രശോഭിതമായ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കും. വസാനിയതു അലാ ലൗനി അഹ്സനി കൗകബിൻ ദുർരിയിൻ ഫിസ്സമാ. രണ്ടാമത് പ്രവേശിക്കുന്ന വിഭാഗം, അവര് ആകാശത്തെ ഏറ്റവും മനോഹരമായ നക്ഷത്രത്തെ പോലെയായിരിക്കും. ലികുല്ലി റജുലിൻ മിൻഹും സൗജതാൻ അലാ കുല്ലി സൗജത്തിൻ 70 ഹുല്ല. അവിടെ എല്ലാ മനുഷ്യർക്കും 2 ഇണകളുണ്ട്. ഓരോ ഇണകൾക്കും പ്രിയപ്പെട്ടവരെ, ഓരോ ഇണകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 70ഓളം ആഭരണങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, യുസബ്ബിഹൂന അല്ലാഹു ബുക്റതൻ വഅശിയ്യ ലാ യസ്ഖു. അത് സ്വർഗ്ഗത്തിന്റെ മഹത്വങ്ങൾ ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ സ്വർഗ്ഗത്തിലെ പാത്രങ്ങൾ അത് അദ്ദഹബു വൽ ഫിദ്ദ, അത് വെള്ളിയും സ്വർണ്ണവുമാണ്. വ അംശാതുഹും അദ്ദഹബ്. ആ സ്വർഗ്ഗത്തിലെ ചീർപ്പ്, നമ്മുടെ മുടി ചീകാൻ ഉപയോഗിക്കുന്ന ചീർപ്പുണ്ടല്ലോ, നമ്മുടെ നാട്ടിലിപ്പോൾ അത് പ്ലാസ്റ്റിക്കാണ്. സ്വർഗത്തിലെ ചീർപ്പ് പോലും സ്വർണ്ണമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വീണ്ടും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി പറയുന്നു, അഖ്ലാഖുഹും അലാ ഖുലുഖി റജുലിൻ വാഹിദ്. സ്വർഗത്തിലുള്ള മനുഷ്യന്മാരുടെയൊക്കെ സ്വഭാവങ്ങൾ ഒരൊറ്റ മനുഷ്യന്റെ സ്വഭാവം പോലെയായിരിക്കും. ഇന്ന് 10 ആളുണ്ടെങ്കിൽ അവർക്ക് 100 ആളുടെ സ്വഭാവം ഉണ്ടാവുക. എല്ലാവരും തമ്മിൽ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ സ്വർഗത്തിലുള്ള മനുഷ്യന്മാർക്കെല്ലാം ഒരൊറ്റ മനുഷ്യന്റെ സ്വഭാവം അത്ര കൈക്യത്തോടും ഒരുമയോടും ഇടക്കത്തോടും കൂടിയായിരിക്കും സ്വർഗത്തിലെ വ്യക്തികൾ വസിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ സ്വർഗത്തെ കൊതിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അലാ സൂറത്തി അബീഹിം ആദം. അവിടെ എല്ലാവരും നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമയുടെ രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. എങ്ങനെ? 60 ദിറാഅൻ ഫിസ്സമാ,
70 മുഴം നീളമുള്ള 60 മുഴം നീളമുള്ള ആദം നബി അലൈഹിസ്സലാമിന്റെ രൂപത്തിലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും 33 വയസ്സാണ്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു വൃദ്ധയായ സ്ത്രീ വന്നു, എനിക്ക് സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, പ്രായമായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ആ സ്ത്രീ സങ്കടപ്പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, പ്രായമായ അവസ്ഥയിൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നുള്ളൂ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരുടെയും പ്രായം 33 വയസ്സ്. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അവിടെ ഇല്ല. ആ പ്രിയപ്പെട്ടവർ, ഒരു നിലക്കും വിശ്വാസിക്ക് യാതൊരുവിധ മോശപ്പെട്ട അനുഭവങ്ങൾ സമ്മാനിക്കാത്ത വിശുദ്ധ ഗേഹമാണ് സ്വർഗം. ആ സ്വർഗം ആഗ്രഹിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പണിയെടുക്കാനും സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ഫഖാല ഐ റബ്ബ് ഐ അഹ്ലിൽ ജന്ന അദ്നാ മൻസിലത്തൻ. അല്ലാഹുവേ, സ്വർഗത്തിൽ ഏറ്റവും താഴെ തട്ട്, ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് എന്ത് അനുഗ്രഹമാണ് പടച്ച റബ്ബ് ഉണ്ടാവുക. യഅതി ബഅദമാ യദ്ഖുലു അഹ്ലിൽ ജന്ന, അദ്ദേഹം വരിക സ്വർഗത്തിൽ എല്ലാവരും പ്രവേശിച്ചതിന് ശേഷമാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് വരിക. ഫയുഖാലു ലഹും ഉദ്ഖുൽ, അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. അവന് ചോദിക്കും, പഠിച്ചോനെ കൈഫ അദ്ഖുൽ, അല്ലാഹ് ഞാൻ എങ്ങനെ പ്രവേശിക്കും? വഖദ് നസലു മനാസിലഹും വഅഖദു അഖദാതിഹിം, അല്ലാഹുവേ, സ്വർഗത്തിലെ ആളുകൾ അവരുടെ മൻസിലുകൾ, അവരുടെ സ്ഥാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടല്ലോ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവരെടുത്തില്ല പഠിച്ചോനെ, ഇനി ഞാൻ എങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും? അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന്, ഫയുഖാൽ അലഹു അതർദ അൻ യകൂന ലക മാ കാന ലിമലികിൻ മിൻ മുലൂകിദ് ദുനിയ. എടോ, ദുനിയാവിലെ ഒരു രാജാവിന് ലഭിക്കുന്ന അത്ര സൗകര്യം നിനക്കുണ്ടെങ്കിൽ നീ തൃപ്തിപ്പെടുമോ? അവസാനം പ്രവേശിക്കുന്ന വ്യക്തിയോട് അവൻ പറയും, ഐ റബ്ബി ഖദ് റദീതു ഫയുഖാലു ലഹു ഫഇന്ന ലക ഹാദാ വമിസ്ലുഹു വമിസ്ലുഹു വമിസ്ലുഹു, എടാ നിനക്കതുണ്ട്, അതിന്റെ 5 ഇരട്ടി അധികമുണ്ട്. വീണ്ടും സാദിഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്ന ലക ഹാദാ വഅശ്റത അംസാലി, നിനക്കതും അതിന്റെ 10 ഇരട്ടിയുമുണ്ട്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇന്ന ലക മഅ ഹാദാ മശ്തഹത് നഫ്സുക വലസ്സത ഐനുക, എടാ നിനക്ക് ഈ സ്വർഗ്ഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന നിനക്ക് പോലും ദുനിയാവിലെ ഒരു രാജാവിന്റെ 5 ഇരട്ടിയല്ല 50 ഇരട്ടിയിലധികം സൗകര്യങ്ങളും സുഖങ്ങളും സ്വർഗത്തിൽ വെച്ച് ലഭിക്കുമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇന്ന അദ്ന അഹ്ലിൽ ജന്ന മൻസിലത്തൻ റജുലുൻ സറഫല്ലാഹു വജ്ഹഹു അനിൻ നാരി ഖിബലൽ ജന്ന വമസ്സല ലഹു ഷജറത്തൻ ദാത ദില്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന വ്യക്തി, അവൻ അല്ലാഹു സുബ്ഹാനഹു നരകത്തിൽ നിന്നും അവന്റെ മുഖത്തെ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് പടച്ച റബ്ബ് തിരിച്ചു. വമസ്സല ലഹു ഷജറത്തൻ ദാത ദില്ലി, നല്ല തണലുള്ള ഒരു മരത്തിന്റെ നേരെ അവന്റെ മുഖത്തിന് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കും, ഐ റബ്ബി ഖദ്ദിംനി ഇലാ ഹാദിഹി ഷജറ അകൂന ഫീ ദില്ലിഹ, പഠിച്ചോനെ, ആ സ്വർഗത്തിന്റെ ആ കാണുന്ന മരണ്ടല്ലോ, അതിന്റെ തണലിലേക്കൊന്ന് അല്ലാഹുവേ നിനക്കെന്നെ മാറ്റുവാൻ സാധിക്കും. വസാഖൽ ഹദീസിൽ വീണ്ടും കാണുവാൻ സാധിക്കും, അദ്ദേഹം പറയുകയാണ്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരത്തിന്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകുന്ന. വീണ്ടും അവിടെ ഇരിക്കുമ്പം ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, കൊട്ടാരത്തിന്റെ അത്ര സുഖ സൗകര്യങ്ങളുള്ള അനുഗ്രഹങ്ങളായിരിക്കും ഓരോ മരത്തിലുണ്ടാവുക. അവിടെത്തും അവൻ വീണ്ടും പറയും, അല്ലാഹുവേ അടുത്തതിലേക്ക്. അങ്ങനെ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തും ചോദിക്കാൻ പറയും. ഇത് സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആൾക്കാർ, അല്ലാഹു അവനോട് എന്തും ചോദിക്കാൻ പറയും. അങ്ങനെ എല്ലാം അവന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പറയും, നിനക്കതും അതിന്റെ 10 ഇരട്ടിയുമുണ്ട്. അങ്ങനെ സുമ്മ യദ്ഖുലു ബൈതഹു, പിന്നെ അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കും. ഫതദ്ഖുലു അലൈഹി സൗജത മിനൽ ഹൂരിൽ ഐൻ, അങ്ങനെ അവന് ഹൂറുൽ ഐനിലെ അവന്റെ 2 ഇണകൾ കൂടി ആ സ്വർഗത്തിൽ അവന്റെ വീട്ടിലേക്ക് സ്വർഗത്തിൽ പ്രവേശിക്കും. അങ്ങനെ അവർ പറയും, ഫതഖൂലാനി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാക ലനാ വഅഹ്യാനാ ലക്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, ഞങ്ങൾക്ക് വേണ്ടി നിന്നെ സൃഷ്ടിച്ച, നിനക്ക് വേണ്ടി ഞങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആ സമയത്ത് ആ വ്യക്തി പറയും, മാ ഉഅ്തിയ അഹദുൻ മിസ്ല മാ ഉഅ്തിതു, അല്ലാഹുവേ മാ ഉഅ്തിയ അഹദുൻ മിസ്ല മാ ഉഅ്തിതു, എനിക്ക് നൽകിയതുപോലെ ഇത്ര അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ സ്വർഗത്തിൽ ഒരാൾക്ക് പോലും കിട്ടിയിട്ടില്ല പഠിച്ചോനെ. സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന വ്യക്തി അദ്ദേഹം പറയുന്നത്, സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന വ്യക്തി അദ്ദേഹം പോലും പറയുന്നത്, പടച്ച റബ്ബേ ഇതുപോലെ അനുഗ്രഹം അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്ക് പോലും ലഭിക്കുന്ന അനുഗ്രഹം അദ്ദേഹം പറയാണ്, അല്ലാ എൻ്റെ എത്ര അനുഗ്രഹം സ്വർഗത്തിൽ ഒരാൾക്കും ഇല്ല.
അദ്ദേഹം ഏറ്റവും അവസാനം പോകുന്നത്. ആദ്യം പോകുന്നവർക്ക് പ്രിയപ്പെട്ടവരെ എത്ര സൗകര്യങ്ങൾ സ്വർഗത്തിലുണ്ടാകും. അതുകൊണ്ട് ആ സ്വർഗത്തെ ആഗ്രഹിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വർഗം നേടിത്തരാൻ ചില കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അല്ലാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ടല്ലോ, അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലയോ സ്വഹാബത്തെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് അങ്ങ് എളുപ്പത്തിൽ കയറി ചെല്ലാമെന്ന്? ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന ഒരു സന്ദർഭമുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. ഒരിക്കലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് പ്രവേശിച്ച സ്വഹാബാക്കളോടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ചരിത്രങ്ങൾ പറയൂ, ഞങ്ങളുടെ ഈമാനൊന്ന് കൂടട്ടെ. ആ സമയത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചപ്പം അദ്ദേഹത്തിൻ്റെ പുറം ഭാഗത്തുള്ള വസ്ത്രം പുതപ്പൊന്നും ഇങ്ങോട്ട് മാറ്റി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറത്തു നിന്നും പച്ചക്ക് ഇരുമ്പ് കൊണ്ട് മാംസം പറിച്ചെടുത്ത ഭാഗങ്ങൾ കാണാമായിരുന്നു. ഇത് കണ്ട ഉമർലാൻ മുഖം തിരിച്ചു. എന്തു പറ്റി ഖബ്ബാബ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറയാണ്, എൻ്റെ യജമാനൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പച്ചക്ക് പറിച്ചെടുത്ത മാംസമാണിത്. ഇതേ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ ചാരിയിരിക്കുകയാണ്. ആ സമയത്ത് ഓടി വരുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, റസൂലെ മത്താ നസ്റുല്ലാഹ്, അള്ളാഹിൻ്റെ സഹായം അതെപ്പോഴാണ് ഉണ്ടാവുക? അപ്പോൾ റസൂൽ ഓതി കൊടുത്ത ആയത്ത, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ്. അല്ലയോ ഖബ്ബാബേ, എപ്പോഴാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ? ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ യജമാനന്റെ പീഡനം സഹിക്കാൻ സാധിക്കാതെ ശരീരത്തിൽ നിന്നും പച്ചക്ക് മാംസം ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് പരിച്ചെടുക്കുന്ന പ്രയാസഘട്ടത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലയോ ഖബ്ബാബേ, സ്വർഗത്തിലേക്ക് അങ്ങ് എളുപ്പത്തിൽ കയറി ചെല്ലാമെന്ന് നീ വിചാരിക്കണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണോ? അല്പം പ്രയാസമുണ്ട്. അള്ളാന്റെ തൃപ്തിയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു വിശ്വാസിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യമാണ്, ഒരു മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യമാണ് തൗഹീദ്. തൗഹീദ് ഇല്ലാത്തൊരു വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, മുസ്ലിം മുവഹിദാകേണ്ട ആവശ്യമൊന്നുമില്ല, മനുഷ്യന്മാരെല്ലാവരും സ്വർഗത്ത് പോകുന്നു. ഇല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം തയ്യാറാക്കിയത് തൗഹീദുള്ളവർക്ക് വേണ്ടിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബ്നുൽ ഖത്താബ്, അല്ലയോ ഖത്താബിന്റെ മകനെ, ഇദ്ഹബ് ഫനാദി ഫിന്നാസ് ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. അല്ലയോ ഖത്താബിന്റെ ഉമർലാനെ വിളിച്ച് റസൂലുള്ളാഹി പറയാണ്, മോനെ ഉമറെ, നീ പറയണം, ഇദ്ഹബ്, നീ പോ, ഫനാദി ഫിന്നാസ്, ജനങ്ങളോട് വിളിച്ചു പറയ്, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാതെ ഒരാൾക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലട്ടോ, വിളിച്ചു പറയൂ ഉമറേ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയാണ് അങ്ങാടികളിലൂടെ, അലാ, അറിഞ്ഞോളൂ മനുഷ്യരെ, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാത്ത ഒരാൾക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനൂ, വിശ്വാസം ക്ലിയറാവാതെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. പ്രിയപ്പെട്ട ഖുതുബ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, തൗഹീദ് അത് പെർഫെക്റ്റ് ആവണം. ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോഴും ഒരു ജാറത്തിലേക്കോ ഒരു മക്ബറയിലേക്കോ ഒരു തങ്ങളുടെ അടുത്തേക്കോ ഒരു ബീവിയുടെ അടുത്തേക്കോ ഒരു ഏലസിലേക്കോ ഒരു ഉറുക്കിലേക്കോ ഒരു മന്ത്രി ചൂതിയ വെള്ളത്തിലേക്കോ അഭയം പ്രാപിക്കേണ്ടവരല്ല നമ്മൾ. അലല്ലാഹി തവക്ക്, നമുക്ക് ഹസ്ബുനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മതി. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, വരമേൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നല്ലവനാ. എന്തു പ്രയാസമുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും നാവിൽ നിന്നും അല്ലാഹുവേ എന്നല്ലാത്തൊരു വിളി, ബദരീങ്ങളെ എന്നോ മൊഹീദ്ദീൻ ശൈഖ് എന്നോ സി എം മടവൂരെ എന്നോ പ്രവാചക എന്നോ വഹീദീങ്ങളെ എന്നോ ഒരു വിളി പ്രിയപ്പെട്ടവരെ നാവിൽ നിന്നും വന്നാൽ നമ്മുടെ തൗഹീദിൽ പിഴവുകളുണ്ട്. അത്തരം തൗഹീദിൽ പിഴവുകളുള്ള വ്യക്തികൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ശിർക്ക് ചെയ്യാത്തവരാകണം. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം അത് നരകമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പ്രിയപ്പെട്ടവരെ, ശിർക്കുണ്ടോ? സ്വർഗം സ്വപ്നം കാണണ്ട. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി, ഒരു അടിമ അള്ളാഹുവിന് മാത്രം നൽകേണ്ടതുണ്ട്. അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ഇബാദത്തുകളാവട്ടെ, തൗഹീദുൽ ഉലൂഹിയ്യ, റുബൂബിയ്യ, അസ്മാഉ വസ്സിഫാത്ത്, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായതേട്ടങ്ങൾ, നമ്മുടെ നേർച്ച വഴിപാടുകൾ, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകിയാൽ അതിൻ്റെ പേരാ ശിർക്ക്. അതുണ്ടോ? സ്വർഗം സ്വപ്നം കാണണ്ട.
ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹ് ശിർക്ക് ഒരിക്കലും കൊടുക്കില്ല. വ്യഭിചരിച്ചോ അല്ലാഹ് ഉദ്ദേശിച്ചവന് പുറത്തു വരും. കള്ളുടിച്ചോ മഹാപാപാണ്, അല്ലാഹ് ഉദ്ദേശിച്ചവന് പുറത്തു വരും. കട്ടെടുത്തോ പലിശണ്ടോ വൻ പാപങ്ങളിൽപ്പെട്ട പാപാണ്. പക്ഷേ അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് പടച്ചറബ് പുറത്തു വരും. പക്ഷെ ശിർക്ക് ചെയ്തോ അവൻ തൗബ ചെയ്യാതെ പടച്ചറബ് ഒരിക്കലും പൊറുക്കൂല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുമറിയാതെ ഞാൻ നീയിൽ പങ്കു ചേർക്കുന്നതിനെ രക്ഷ തേടുന്നു അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ശിർക്ക് ഉണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ ദഖലൽ ജന്ന വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിനെ അവന് പങ്കു ചേർക്കാത്ത നിലയിൽ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. ശിർക്കുണ്ടോ നരകത്തില. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ നരകത്തില. പങ്കു ചേർക്കാതെ മരിച്ചാൽ പ്രിയപ്പെട്ടവരെ അവൻ സ്വർഗ്ഗത്തിൽ. അതുകൊണ്ട് ശിർക്കും തൗഹീദും ക്ലിയർ ആണോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പടച്ചറബിന്റെ സ്വർഗ്ഗം പ്രതീക്ഷിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, മരിക്കണ വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ സാധിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കതിൻ്റെ പടച്ചറബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായ ആളുടെ അടുത്തേക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. എന്നാലും ചില വീടുകളിലൊക്കെ കാണാറുണ്ട്, ഒരു വ്യക്തി മരിക്കാനൊക്കെ ആയാൽ ഉറക്കെ എല്ലാവരും കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. അത് ഇസ്ലാമിലില്ല. ഒരു വ്യക്തി രോഗിയായി മരിക്കാൻ കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചെവിയിൽ പോയി ഓർമ്മിപ്പിച്ചു കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടോ. അതല്ലാതെ ഉമ്മയും ഉപ്പയും എല്ലാവരും ചുറ്റും ഇരുന്നിട്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അത്തരം രീതിയില്ല. മറിച്ച് മരിക്കണ വ്യക്തിക്ക് മെല്ലെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം ഇടയ്ക്കിടയ്ക്ക്. അല്ലാതെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതി ഇസ്ലാമിലില്ല. ഇനി ഒരു വ്യക്തി ജീവിതം മൊത്തം ശിർക്കില, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം ചൊല്ലി മരിച്ചുകൊണ്ട് കാര്യം, അത് മനസ്സിൽ വേണം. ലാ ഇലാഹ ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളുമില്ല. അത് മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഒരുത്ത മരണപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അവർ സ്വർഗ്ഗത്തിലുണ്ടാവുക. തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യമാണ് ഇസ്തിഖാമത്ത് ഉണ്ടാവുക. എന്താ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? സത്യവിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ദൃഢമായിക്കൊണ്ട് കൃത്യമായി ജീവിക്കുക. ഇസ്തിഖാമത്തോടു കൂടി ജീവിച്ചോ സ്വർഗ്ഗമുണ്ട്. അത് ഖുർആനിൽ പറയാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ സുമ്മസ്തഖാമു, കേവലം വാക്കുകൊണ്ട് അല്ലാഹുവിനെ പടച്ചവനെന്ന് പറഞ്ഞ പോലല്ല, സുമ്മസ്തഖാമു ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ചുകൊണ്ട് അതുമായി ജീവിക്കുന്ന വ്യക്തികൾ, അത്തരം ആളുകൾ മരിക്കുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കണ്ടട്ടോ, സങ്കടപ്പെടേണ്ട. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട. എന്തിനെക്കുറിച്ച്? നിങ്ങൾ ദുനിയാവിൽ വിട്ടേച്ച് പോകേണ്ട നിങ്ങളെ കുടുംബം, നിങ്ങളെ ഭാര്യ, മക്കള്, ഭർത്താവ്, മാതാപിതാക്കൾ, കച്ചവടം, ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റു. നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്തിനെക്കുറിച്ച്? ഇന്ന് മരിച്ചാൽ സിറാത്തുണ്ട്, ഖബറുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്, ഹിസാബുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, സങ്കടപ്പെടേണ്ട. നഹ്നു വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് ഞങ്ങൾ സ്വർഗ്ഗം സന്തോഷ വാർത്ത അറിയിക്കുന്നു. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളാകുന്നു. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മലക്കുകൾ പ്രിയപ്പെട്ടവരെ ഇസ്തിഖാമത്തുള്ള വ്യക്തികളോട് മരിക്കുന്ന വേളയിൽ പറയുന്നു. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. പടച്ചറബ് സുബ്ഹാനഹു നമുക്ക് ഒരു പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്നവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂചിപ്പിച്ചു വന്നത്
സ്വർഗത്തിൻ്റെ മഹത്വങ്ങളും ആ സ്വർഗം നമുക്ക് നേടിത്തരുന്ന ചില കാര്യങ്ങളുമാണ്. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഒരു വ്യക്തിൻ്റെ തൗഹീദ് ക്ലിയർ ആണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവന് സൽക്കർമ്മങ്ങൾ വേണം. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസിൽ, ലൻ യുദ്ഖില അഹദൻ മിൻകും അമലുഹു അൽ ജന്ന, നിങ്ങൾ ഒരാളെയും നിങ്ങളുടെ കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ കർമ്മങ്ങൾ മാത്രം പോരാ, അതിനെന്ത് വേണം? ഇല്ല അയ്യതഅമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും നമ്മളെ പൊതിഞ്ഞാലല്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല. ഇനി പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ അതിന് അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടാനും ഔദാര്യം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലദീന ആമനു, ഒരു വ്യക്തി വിശ്വസിക്കുകയും വഅമലു സ്വാലിഹ്, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ ഉലൈക അസ്ഹാബുൽ ജന്ന, അവനാകുന്നു സ്വർഗാവകാശി, ഹും ഫീഹാ ഖാലിദൂൻ, അവൻ അതിൽ നിത്യവാസിയായിരിക്കും. കൊണ്ട് കാണാൻ പറ്റും, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുന്നവർക്കും കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല, അവർക്ക് പടച്ചറബ് സ്വർഗം അത് വിരുന്നായി കൊടുക്കുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു സൽക്കർമ്മത്തെയും നിസ്സാരമാക്കേണ്ട ആവശ്യമില്ല, എത്ര ചെറുതാണെങ്കിലും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ആരെങ്കിലും ഒരു വ്യക്തി അണുമണിത്തൂക്കം നന്മ ചെയ്തോ അല്ലാഹ് കാണും, അണുമണിത്തൂക്കം തിന്മ ചെയ്താലും അതും അല്ലാഹ് കാണും. ഈ ദർറ എന്ന അറബി പദത്തിന് മോഡേൺ ഡിക്ഷണറിയിൽ അർത്ഥം ആറ്റം. എന്താ ആറ്റം എന്ന് പറഞ്ഞാൽ? തന്മാത്ര, ഏറ്റവും ചെറിയ കണിക. അത്ര മൈന്യൂട്ട് നന്മയാണോ അല്ലാഹ് പ്രതിഫലം തരും പരലോകത്ത്, തിന്മയാണോ അല്ലാഹ് അത് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നന്മകൾ, ഒരു കവി പാടിയ പാട്ടിൽ കാണുവാൻ സാധിക്കും, ലാ തഹ്ഖിറന്ന സഗീറത്തൻ, നീ ഒരു ചെറുതിനെയും നിസാരമാക്കി കാണേണ്ട. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസ്വ, വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടായത് ചെറിയ ചെറിയ മല്ലും കണ്ണും പൊടികളും മറ്റും കൂടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരമാവധി സൽക്കരങ്ങൾ ചെയ്ത് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടത് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും പക്ഷേ നമുക്ക് കുട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഉറക്കി ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ ഇണകളെയും മാതാപിതാക്കളെയും മക്കളെയും പഠിച്ച സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ മിനൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك.